ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാര. ഇന്ന് എങ്ങനെയാണ് ഈസി ആയിട്ടൊരു സൈക്കിൾ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഇപ്പോൾ നമ്മൾ സൈക്കിൾ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ പേസ്റ്റൽസ് വെച്ചാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ഓയിൽ പേസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അതേ ഓർഡറിലായിരിക്കും ഞാൻ ഓയിൽ പേസ്റ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓയിൽ പേസ്റ്റൽസ് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു പാറ്റേൺ വേണം. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്കൊരു നോർമൽ പെൻസിൽ വേണം. ദെൻ സൈക്കിളിൻ്റെ വീൽസ് ഒക്കെ വരയ്ക്കാനായിട്ട് നമുക്കൊരു കോമ്പസ് വേണം. കോമ്പസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഫിഗർ ആയാലും മതി. ആൻഡ് ദെൻ ഒരു സ്കെയിൽ വേണം. നമുക്ക് ഇത്രയും സാധനങ്ങൾ മതിയാവും. അപ്പോൾ ഞാനൊരു ഈവനിങ് ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മുടെ സൈക്കിളിൽ ഇരിക്കുന്നത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ സ്കൈയുടെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂവിൻ്റെ 3 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതിലേറ്റവും ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് കൊടുക്കുകയാണ്. ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്നൊരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഏറ്റവും ഡാർക്കുള്ള ബ്ലൂ അടിച്ചതിന് ശേഷം അതിന് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ അടിക്കുക. അങ്ങനെ അടുത്ത് അതിൻ്റെയും ലൈറ്റ് ബ്ലൂ കൊടുക്കുക. ഈ ബ്ലൂ കളേഴ്സ് അല്ലെങ്കിൽ ഏത് കളറായാലും അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഒരുപാട് ഗ്യാപ്സ് വരാതെ, അത് നമ്മുടെ വൈറ്റ് പേപ്പർ ഏകദേശം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിങ്കിൻ്റെ ഡാർക്കും ലൈറ്റും ഞാനൊരു പാറ്റേൺ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ഈവനിങ് സ്കൈയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ വരാനായിട്ട് ഞാൻ യെല്ലോ കൊടുക്കുന്നുണ്ട്. യെല്ലോ ഒരു ഡാർക്ക് ഷെയ്ഡ്, പിന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാൻ ആ ഓർഡറിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഓയിൽ പേസ്റ്റൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഒരു ബേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൈക്കിൾ നമ്മൾ ബ്ലാക്ക് ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ബേസായിട്ട് ബ്ലാക്കും ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓയിൽ പേസ്റ്റൽസ് ഏകദേശം കംപ്ലീറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ദെൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെയൊക്കെ ആക്കി അതിന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓയിൽ പേസ്റ്റൽസ് പരസ്പരം ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. സപ്പോസ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്ത് മതി, അല്ലെങ്കിൽ നിൻ്റെ കൈ ആയാലും മതി. കൈ വെച്ചിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ബ്ലൂ കളർ ഞാൻ ഏകദേശം ഗ്രേഡിയൻ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കളേഴ്സും ഞാൻ അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ശക്തിയിൽ നന്നായിട്ടൊന്ന് മാച്ചു കൊടുക്കും പോലെ, നമ്മൾ റബ്ബറൊക്കെ വെച്ച് മാക്കിയ പോലെ മാറ്റാൽ മതിയായിരിക്കും. അപ്പോൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് വരും. എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ടുള്ള ഒരു ടോൺ കിട്ടുന്ന രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനത് ഏകദേശം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ ലെയറും ഓരോ കളേഴ്സും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിൻ്റെ മേളിലിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു നോർമലായിട്ടൊരു ഗ്രേഡിയൻറ്റ് പോലെ വരുന്ന രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില സ്ഥലങ്ങളിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിൻ്റെ മേലിൽ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. എന്നാലത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ബ്ലെൻഡായി വരുള്ളൂ. സോ ഞാൻ ആ രണ്ടാമത്തെ കളേഴ്സും അതിന് മേലിൽ ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിക്ക് അത് പരസ്പരം ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കോമ്പസ് എടുക്കുക. വളരെ ചെറുതായിട്ട് ഒരു റേഡിയസിൽ കോമ്പസ് എടുത്തിട്ട് അത് വെച്ചിട്ട് കുഞ്ഞ് സർക്കിൾ വരയ്ക്കുക. നിങ്ങളുടെ ഓയിൽ പേസ്റ്റൽസ് വെച്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് പ്രൊമനൻ്റ് ആയിട്ട് കാണാൻ പറ്റും ആ ഒരു റിങ് വരയ്ക്കുന്നത്. തന്നെ അതിൽ കുറച്ചും കൂടെ വലിയൊരു ഷെയ്ഡിൽ വലിയൊരു റേഡിയസിൽ നമ്മൾ വേറൊരു റൗണ്ട് ഫിഗർ വരയ്ക്കുക. ഞാനിപ്പോൾ നോർമൽ സൈക്കിളല്ല കേട്ടോ, നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുറച്ച് എന്താ പറയുക, ഫാൻറ്റസി ലുക്ക് തന്നെ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ കൊണ്ടുപോകുന്ന രീതിക്കുള്ള സൈക്കിളാണ് വരയ്ക്കുന്നത്. ആ 2 സർക്കിളും കുറച്ച് ഡിസ്റ്റൻസിൽ മാറ്റി വരയ്ക്കുക. എന്നിട്ട് ആ 2 സർക്കിളും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു കുഞ്ഞ് വര വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് വലിയ സർക്കിളിൻ്റെ, അതായത് വലിയ സർക്കിളിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ നിന്നിട്ട് നമുക്ക് മേലിലോട്ടൊരു മാർക്ക് ചെയ്യാം. ഹാൻഡ്സിലും ബാക്കി കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് നമ്മൾ മേലിലോട്ട് വരച്ചത്. ഇനി നമ്മൾ ആ മേലിലോട്ട് വരച്ച സ്ട്രെയിറ്റ് ലൈനും നമ്മുടെ ബാക്ക് വീലിൻ്റെ കുറച്ച് മേലിലോട്ടൊരു പോർഷനും സെലക്ട് ചെയ്തിട്ട് ആ 2 പോയിൻ്റ് പരസ്പരം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, കുറച്ചൊന്ന് ചരിഞ്ഞ് വരുന്ന രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് വീലിൻ്റെ മുകളിലൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഇരിക്കുന്ന പോലെ വരയ്ക്കാം.
അപ്പോൾ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ വരുന്ന പോലെ നമ്മളതിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കാം. ഇനി ആ ഫ്ലവർ ബാസ്ക്കറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് മേളിലായിട്ട് നമ്മൾ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ചരിച്ച് വരച്ച ലൈനിൻ്റെ ഏകദേശം നടുക്കായിട്ട് വരയ്ക്കുക. ദെൻ ഇപ്പോൾ കാണുന്ന പോലെ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിനോട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ സീറ്റ്. ആ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേളിൽ കൂടെ നമ്മളൊരു സീറ്റിൻ്റെ ഷേപ്പ് പോലെ ഒരു കുഞ്ഞ് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് എഗെയിൻ ഫ്രണ്ടിലത്തെ ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കാം. ബാക്കിൽ ബാസ്ക്കറ്റ് വരച്ച പോലെ തന്നെ ഫ്രണ്ടിലും അതേ ഷേപ്പിൽ ഒരു ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സീറ്റിനൊന്നും കൂടെ മോഡിഫൈ ചെയ്യാണ്. ഒരു ലൈനും കൂടെ എക്സ്ട്രാ വരച്ചു കൊടുത്തു. സോ അതോടെ ഫിക്സ്ഡ് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ വീലിൻ്റെ സ്പൈക്സ് വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലത്തെ വീൽ വരച്ച പോലെ തന്നെ ബാക്കിലും വീലിൻ്റെ സ്പൈക്സ് വരച്ചിട്ടുണ്ട്. ഇനി ആ 2 ബാസ്ക്കറ്റിലും നമുക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഫ്രണ്ടിലത്തെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ്. സോ കുറച്ച് ഫ്ലവേഴ്സ് ഇരിക്കുന്ന രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതേ രീതിക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വരച്ചു കൊടുക്കാം. ദെൻ ആ ബാസ്ക്കറ്റ് ഞാൻ ഫിൽ ചെയ്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ ബാസ്ക്കറ്റും ഫിൽ ചെയ്തു. വേറൊരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് ഞാൻ ബാക്കിൽ വരച്ചേക്കുന്നത്. ആൻഡ് അത് കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിന് നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നതിനെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ദെൻ ഞാൻ എൻ്റെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വരച്ച ഫിഗറിനെ മൊത്തത്തിലൊന്ന് കവറപ്പായി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മേളിൽ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. സോ ദാറ്റ്സ് അബൌട്ട് അവർ സൈക്കിൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.